നാനോ ക്രയോണിക്സ് എന്ന് പറയും. ഇപ്പോൾ തന്നെ ക്രയോണിക്സ് മരിച്ചവരെ അമേരിക്കയിൽ ക്രയോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫീനിക്സിലും അങ്ങനെ മരിച്ചവരെ ബോഡി ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ് തിരിച്ച് ജീവിപ്പിച്ചുകൊണ്ട് വരാൻ. അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ട്, ഫീനിക്സ് അരിസോണയിലുണ്ട് നാനോ ക്രയോണിക്സ്. അൽക്കോർ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഇപ്പോൾ തന്നെ അവർ $2 ലക്ഷം ഏകദേശം 2 കോടിയാണ് അതിന് വെച്ചിരിക്കുന്നത് ഫീസ്. ഓരോ ഇങ്ങനെ കൊല്ലത്തേക്ക് മാറി മാറി വരും. അത് നമുക്ക് തിരിച്ച് ജീവിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റും നാനോ വരുമ്പോൾ. നാനോ എന്ന് പറഞ്ഞാൽ നാനോ ക്രയോണിക്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഏരിയയാണ്. നമുക്ക് മനുഷ്യനെ ജീവിപ്പിച്ചുകൊണ്ട് വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് തന്നെ ഒരിടത്തൊരു ടോക്ക് കൊടുത്തപ്പോൾ എല്ലാവരും ഞാനത് 100% നമ്മൾ സയൻറ്റിഫിക്കലി അത് പ്രൂവ് ചെയ്ത് മനുഷ്യൻ നമ്മൾ തിരിച്ച് ജീവിപ്പിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്രിഫിക്കേഷൻ എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൽ ഫ്രീസ് ചെയ്ത് വെക്കുമ്പം നമ്മുടെ DNA കോശങ്ങളൊക്കെ നമ്മൾ മരിച്ചുപോയ ആൾക്കാരുടെ കോശങ്ങളെല്ലാം നശിച്ചു പോവുക ഇല്ല. നമുക്ക് വിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ US ഫ്രീസ് ചെയ്ത് വെക്കുമ്പം കുറേ DNA ഇൻറ്റാക്ട് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ മനുഷ്യൻ്റെ ലോങ് ടേം മെമ്മറി അപ്പം തന്നെ ഇരിക്കും. തിരിച്ച് ജീവിച്ചുകൊണ്ട് വരുമ്പോൾ ഷോർട്ട് ടേം മെമ്മറി മാത്രമേ പോവുള്ളൂ. ലോങ് ടേം മെമ്മറി കിട്ടും, പഴയ കാലത്തെ മെമ്മറി കിട്ടും. അതിനെ വിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ DNA എങ്ങനെയാണ് കിടക്കണം ഹെലിക്കലായിട്ട്. നമ്മളിങ്ങനെ നമ്മൾ ജീവിച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പം നമ്മൾ ഏജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെട്ടി പോകും. നമ്മൾ മരിക്കാൻ നേരത്തെ വെട്ടി പീസായിട്ട് പോകും. നമ്മൾ തിരിച്ച് റീജോയിൻ വേണം. ചെയ്യുമ്പോൾ അത് DNA മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, സെല്ലുലാർ ലെവൽ. അത് നാനോ ബോട്ട്സ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ നമ്മളെ കോശങ്ങളെ ഓരോ DNA നമ്മൾ സ്വീച്ചർ ചെയ്യും. നമ്മൾ ടൈലർ സ്വീച്ചർ ചെയ്യണ പോലെ ഇങ്ങനെ ചെയ്യണ പോലെ നാനോ ബോട്ട്സ് വെച്ച് ബില്യൺസ് സ്വീച്ചർ ചെയ്തിട്ട് പഴയ പോലെ നമ്മളെ ബോഡിയെ വെച്ചിട്ട് പിന്നെ പഴയ ബ്ലഡ് നമുക്ക് ആർട്ടിഫിഷ്യൽ വരുന്ന ഹീമോഗ്ലോബിൻ റെസ്പിറോസൈറ്റ്സ് എന്ന് പറയും. അതൊക്കെ അവർ ഡെവലപ്പ് ചെയ്തതാണ്. ബോഡിയിൽ വെച്ചിട്ട് SA നോട് ആക്ടിവിറ്റി പഴയ പോലെ ജീവിച്ചു കൊണ്ടുവരും.